ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഇവിടെ ഉള്ളത്. കൂരിയാട് ഇപ്പോൾ കക്കാട് ഭാഗത്ത് വരുന്ന സർവീസ് കൊണ്ട് ഒരു ഭാഗം ഡ്രെയിനേജിൻ്റെ വർക്ക് ഉള്ളതുകൊണ്ട് തന്നെ ക്ലോസ് ചെയ്ത് വെച്ചിരിക്കുക. അതിൻ്റെ വർക്ക് നടക്കുകയാണ്. മുന്നേ ഇപ്പോൾ ഭയങ്കര ശക്തമായ മഴ ആയതുകൊണ്ട് തന്നെ മാതാട് ഭാഗത്തേക്ക് ചേറ്റിപ്പുറമാട് പാക്കടപ്പുറ ഭാഗത്തേക്കുള്ള റോഡൊക്കെ ഇപ്പോൾ റോഡിൻ്റെ ഇരുവശവും വെള്ളം നിറഞ്ഞ് റോട്ടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇപ്പോൾ എത്രത്തോളം ഉണ്ട് ആ ഭാഗത്തുള്ളത്, അതുപോലെ ഒരുപാട് ആളുകൾ കാണാനുണ്ട് പല ഭാഗത്ത് വന്നിട്ടോ. കാരണം സോഷ്യൽ മീഡിയയിലൊക്കെ ആ ഏരിയയിൽ വെള്ളം കെട്ടി നിൽക്കുന്നത് കണ്ടിട്ട് പല ആളുകളും പല ഏരിയയിൽ വന്ന് ചേറ്റിപ്പുറമാടുന്ന വീഡിയോ തുടങ്ങിയിട്ട് നമ്മൾ കൂരിയാട് അണ്ടർപാസ്, പനമ്പുഴ ഭാഗത്തുള്ള മമ്പുറം ഭാഗത്തേക്കുള്ള റോഡ്, അപ്പോൾ ആ ഏരിയയിലെ വീഡിയോകളൊക്കെ ഒന്ന് നിങ്ങളെ കാണിക്കാം. അപ്പോൾ കൂരിയാട് നിന്ന് മാതാട് ചേറ്റിപ്പുറമാട് പക്കടപ്പുറ ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഈ ഒരു ഏരിയയുള്ള പാടത്ത് ഒത്ത സെൻറ്റർക്ക് നല്ല അടിപൊളി കറുത്ത ടാറിങ് ചെയ്ത റോഡിലൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ ഇന്ന് രാവിലെയൊക്കെ ഇവിടെ മഴ പെയ്തിട്ട് റോട്ടിലൊക്കെ വെള്ളം ഉണ്ടായിരുന്നു. ഇന്ന് വൈകുന്നേരമായപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഒരു ആശ്വാസകരമാണ്. കാരണം ഇതിൻ്റെയൊക്കെ തൊട്ടടുത്ത് താമസിക്കുന്ന വീടുകളിലൊക്കെ ചില ഭാഗങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടുന്ന് ഈ ഏരിയയുടെ വീഡിയോ കാണിച്ച് തിരിച്ച് നമ്മൾ കൂരിയാട് ഫ്ലൈ ഓവറിൻ്റെ മുകളിലൂടെ കിടന്ന് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ മുകളിലൂടെ കിടന്ന് പനമ്പുഴ ഭാഗത്തേക്ക് പോകുമ്പോൾ ആ ഏരിയയിലാണ് കൂടുതൽ വെള്ളം കയറാൻ സാധ്യതയുള്ള വീടുകളൊക്കെ. അപ്പോൾ ആ ഏരിയയിൽ എത്രത്തോളം വെള്ളം കയറിയിട്ടുണ്ട് ഒക്കെ ഞങ്ങളെ കാണിക്കട്ടോ. ഇന്നലെ മിഞ്ഞാന്നൊക്കെ ഇവിടെയൊക്കെ വെള്ളമില്ലാതെ പാടത്തൊരു ചെരുപ്പടിക്കൊക്കെ വെള്ളമുള്ള സമയമായിരുന്നു. 2 ദിവസമായി പെട്ടെന്ന് മഴ പെയ്തതോടുകൂടി വെള്ളം നല്ല കയറ്റമാണ് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണാം, ഇത് രാവിലത്തെ സമയത്ത് റോട്ടുമുണ്ടായിരുന്നു. ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ ഇറങ്ങി പോന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടുന്ന് ഈ ഏരിയത്തെ റോഡിലുള്ള ആളുകൾ വൈകുന്നേരമായപ്പോൾ ഒരുപാട് ആളുകൾ പല ഭാഗത്തുനിന്നും ഇവിടെ വെള്ളം കയറിയിരിക്കണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വന്നാട്ടെ കാണാൻ. അപ്പോൾ അതാണ് കുറേ റോട്ടിലൊക്കെ സൈഡിൽ വാഹനങ്ങൾ നിർത്തിയിട്ടും ആളുകളൊക്കെ ഇറങ്ങി നിൽക്കുന്നൊരു വ്യൂ ഒക്കെ നമ്മൾ കാണുന്നത്. അപ്പോൾ നമ്മളിവിടുന്ന് തിരിച്ച് നമ്മൾ കൂരിയാട് ഫ്ലൈ ഓവറിൻ്റെ ഭാഗത്തേക്ക് തന്നെ പോകാം. അപ്പോൾ ആ ഏരിയയുള്ള ഇപ്പോഴത്തെ ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പുതിയ മീൻപിടുത്തക്കാർക്കൊക്കെ നല്ല മീൻപിടുത്തമൊക്കെ വല ഏരിയയിലായിട്ടുണ്ട് കേട്ടോ. ഇവിടെയൊക്കെ വല വെച്ചിട്ടും അതുപോലെ അരക്കിലേറെ വെള്ളം ഉണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ മീൻപിടുത്തക്കാരും ഒക്കെ ഉണ്ട്. എല്ലാം നമുക്ക് ഇങ്ങനെ പോകുമ്പോൾ കാണാം നല്ല വെള്ളം ഇങ്ങനെ പരന്ന് നിൽക്കണമെങ്കിൽ നിങ്ങൾ പുഴയിൽ നല്ല ഒഴുക്കാട്ടോ. നമുക്കത് പോകുമ്പോൾ ആ ഏരിയയിൽ നിന്ന് എടുത്ത് നിങ്ങളെ കാണിക്കാം. രാവിലെയൊക്കെ വരെ നല്ല മഴയായിരുന്നു. പിന്നെ അങ്ങനെ മഴ കുറവായതുകൊണ്ട് തന്നെ വെള്ളമൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഇതാണ് കാണുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ആ ഏരിയ നമുക്കിപ്പോൾ കാണാൻ പറ്റും. അതുപോലെ തന്നെ അവിടെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ പോലെ അവിടെ ഡ്രെയിനേജിൻ്റെ കൾവർട്ടിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് തന്നെ സർവീസ് കൊണ്ട് ഒരു ഭാഗമൊക്കെ അടച്ചിട്ടിട്ടാണ്. അതിൽ ലാസ്റ്റ് എത്തുമ്പോൾ നമ്മൾ തിരിച്ച് കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് തന്നെ എത്തുന്നത്. പനമ്പുഴ അങ്ങനെ മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന ആ പാലത്തിൻ്റെ ആ ഏരിയയിൽ കൂടെ കടന്നാണ് തിരിച്ചു വരുമ്പോൾ നമ്മളിവിടെ തന്നെ എത്തണം. അപ്പോൾ അടിയത്തെ ഡ്രെയിനേജിൻ്റെ ഏരിയ ഒക്കെ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ നമ്മൾ കൂരിയാട് ആ വയഡക്റ്റ് പാലത്തിന് എത്തുന്നതിൻ്റെ ആ ഏരിയയിൽ ഇപ്പോൾ ഇവിടെ ഒരു വീടിൻ്റെ ഏരിയയിലൊക്കെ വെള്ളം നിൽക്കണമായിട്ട് നമുക്ക് കാണാം. വീടിൻ്റെ സൈഡിലൊക്കെ ഉണ്ടല്ലേ വെള്ളം നിൽക്കുക. അപ്പോൾ ഇത് ഈ റോഡിനോട് ഇങ്ങോട്ട് പാടത്തേക്ക് ഇറങ്ങി നിൽക്കുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് തന്നെ ആ ഭാഗത്തൊക്കെ വെള്ളമുണ്ട് കേട്ടോ. അപ്പോൾ കൂരിയാട് പാലം, കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഏരിയ. അപ്പോൾ 2 ഭാഗത്തുനിന്നും നമ്മൾ കാണാം 2 ഭാഗത്ത് എത്രത്തോളമാണ് വെള്ളം നിൽക്കുന്നതൊക്കെ. അപ്പോൾ അവിടെ തോണി അതുപോലെ തന്നെ മീൻപിടുത്തക്കാരൊക്കെ ഈ ഒരു ഏരിയയിലുണ്ട്. അപ്പോൾ പലരും നമ്മളോട് ചോദിച്ചിരുന്നു കമൻറ്റിലും, അതുപോലെ തന്നെ ഒരു മഴക്കാലമൊക്കെ ആയതുകൊണ്ട് എത്രത്തോളം വെള്ളം നമ്മളെ ഏരിയകളിലൊക്കെ കയറിയിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യുമ്പോൾ എന്താണ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മളെ ഏരിയയിലുള്ള മൊത്തത്തിലുള്ള ഇന്നത്തെ ഒരു ഡ്രോൺ വീഡിയോയിലൂടെ ഞങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചിട്ട് വന്നതാണ്. കുറേയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, ആശ്വാസകരമാണ്. കാരണം നമുക്കറിയാം വീടുകളിലൊക്കെ വെള്ളം കയറിയാലുണ്ടായ ഒരു അവസ്ഥ വളരെ പ്രയാസമായിരിക്കും അവരെ സംബന്ധിച്ചിടത്തോളം. ആ സാധനങ്ങളൊക്കെ എടുത്ത് മുകൾ ഭാഗത്ത് കയറ്റിയിട്ട് പിന്നെയും താഴേക്ക് വെള്ളമൊക്കെ ആയിക്കഴിഞ്ഞാലുള്ള പ്രയാസങ്ങളൊക്കെ നമുക്ക് അറിയുന്നതാണ്. അപ്പോൾ ഏതല്ല കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടുന്ന് നമ്മൾ നേരെ പനമ്പുഴ ജംസ് സ്കൂൾ അങ്ങനെ ആ ഏരിയ കൂടെ ഇങ്ങനെ കടന്നു പോകുമ്പോൾ മമ്പുറം ഭാഗത്തേക്ക് പോകുന്ന റോഡിൻ്റെ ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കട്ടെ. ഇവിടെയൊക്കെ നമ്മളങ്ങോട്ട് മുന്നോട്ട് പോകുമ്പോൾ തന്നെ കാണാം കൂടുതലും വീടുകൾ ഈ പാടത്തിനോട് ചാരിയിട്ടുള്ള ഏരിയ ഉള്ളതുകൊണ്ട് തന്നെ കുറേ വീടുകളുടെ ചുറ്റിലും അതുപോലെ തറക്കൊക്കെ ആ ഒരു ഹൈറ്റിൽ വെള്ളം നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. നോക്കിയാൽ
ഇവിടെയൊക്കെ പാടത്തുനിന്ന് വെള്ളം കണ്ട് കയറിയിട്ട് ഏകദേശം ആ റോഡിനല്ലേ റോഡ് വാഹനങ്ങൾ കടന്നു പോകുന്നത് കാണാം റോട്ടിന്. അപ്പോൾ അവിടെയൊക്കെ ഈ ഏരിയയിലൊക്കെ വെള്ളം ഇങ്ങനെ കെട്ടി നിൽക്കുന്നുണ്ട്. നല്ലടാ ഇവിടെയൊക്കെ നോക്കി. ഇവിടെ ഫൂബ സോക്കർ അരീന ഫുട്ബോൾ സ്റ്റേഡിയം ഉണ്ടായിരുന്ന ആ ഏരിയയിൽ നിന്ന് കുറേ അങ്ങോട്ട് പോകുന്നത് നമ്മളിപ്പോൾ ഹില ആയുർവേദ ഹോസ്പിറ്റലിൽ ആ ഏരിയ കാണുന്നേട്ടാ. അവിടുന്ന് അങ്ങനെ ആ ഭാഗത്തൊക്കെ റോഡിനോട് ചാരിയിട്ടുള്ള വീടുകൾ, ഷെഡുകൾ, ബിൽഡിങ്ങുകളൊക്കെ വെള്ളം തുടക്കത്തിൽ നമ്മൾ കാണിച്ചതിനാടി കൂടുതലായിട്ട് വെള്ളം കയറിയ ഒരു ഏരിയയാണ് ഇവിടെ കാണാൻ പറ്റണത്. ഇവിടെയൊക്കെ ഈ ഏരിയക്ക് കുറച്ചത്തൊക്കെ കുറേ പാടത്തൊക്കെ ഇങ്ങോട്ട് വെള്ളം നല്ല കൂടുതലായിട്ട് കയറി വന്ന ഒരു ഏരിയയിൽ കൂടെയാണ് ഇപ്പോൾ നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ കൂരിയാട് അണ്ടർപാസിൻ്റെ അവിടെ നിന്ന് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ പനമ്പയ റോഡിന്, പിന്നെ അവിടുന്ന് റൈറ്റ് സൈഡിലേക്ക് കുളപ്പുറം ഭാഗത്തേക്കും ലെഫ്റ്റ് ഭാഗം തിരുരങ്ങാടി, മമ്പറം, ചമ്മാട് ഭാഗത്തേക്ക് പോകുന്ന റോഡ്. അപ്പോൾ ആ ഏരിയയിൽ ആ പാലത്തിൻ്റെ തിരുരങ്ങാടി ഭാഗത്തേക്ക് ചെയ്യുന്ന പാലത്തിൻ്റെ അവിടുത്തെ എത്രത്തോളമാണ് ഉള്ളത് ഒക്കെ നിങ്ങളെ കാണിക്കട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ കൂടുതൽ വീടുകൾ കാണാം. പക്ഷേ ഇവിടെ നമുക്ക് കൂരിയാട് പുഴൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ പാടത്ത് ഇവിടുന്ന് കാറ്റും എല്ലാം കൂടിയായിട്ട് ഈ ഒരു ഏരിയയിൽ കൂടുതൽ ഇപ്പോൾ വെള്ളം ഇങ്ങനെ ചുറ്റിൽ നിൽക്കുന്നതായിട്ട് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ നമുക്ക് പുഴൻ്റെ ഭാഗമാണെങ്കിൽ നമ്മൾ പറഞ്ഞ ആ ഏരിയക്ക് എത്തിക്കൊണ്ടിരിക്കുക കേട്ടോ. അവിടുന്ന് നമുക്ക് ആ പാലത്തിനവിടെ നേരെ എത്രത്തോളം ഒഴുക്കുണ്ട്, ശക്തമായ ഒഴുക്കാണ് ഇപ്പോൾ പുഴയുള്ളത്. അപ്പോൾ അതൊക്കെ ഒരു വ്യൂസിൽ നല്ല രീതിയിൽ നമുക്ക് ഡ്രോൺ വഴി നിങ്ങളെ ഞാൻ കാണിക്കാനല്ലേ. ഈ ഏരിയ കൂടെയൊക്കെ വെള്ളം ഇങ്ങനെ ഇങ്ങോട്ട് പാടത്തേക്ക് തന്നെ ഈ ഭാഗത്തു കൂടെ കടന്നു തരുന്നുണ്ട്. അപ്പോൾ ഈ റോഡിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് കേട്ടോ. വാഹനങ്ങൾക്ക് അതുവഴി കടന്നു പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. കണ്ടില്ലേ, ആ ഭാഗത്ത് വാഹനങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇവിടുന്ന് ഇങ്ങനെ ഈ പാലത്തിനവിടെ നിന്ന് ഇങ്ങനെ തിരിച്ച് നമ്മൾ ഈ റോഡ് ഇവിടുന്ന് അങ്ങോട്ട് കൂരിയാട് അണ്ടർപാസിൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ആ റോഡിൻ്റെ ചില ഭാഗങ്ങളൊക്കെ വെള്ളമാണ്. ഇവിടെ ഈ പുഴക്ക് കണ്ടില്ലേ, പുഴയുടെ ഈ ഒരു ഏരിയയിൽ വെള്ളം റോഡിൽ കയറി നിൽക്കുന്നത് നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല ഒരു നിലത്തെ മിഞ്ഞാത്തെ ശക്തമായ മഴയിൽ വെള്ളം നല്ല കയറ്റട്ടോ. അപ്പോൾ വൈകുന്നേരം, അതായത് രാവിലെ മുതൽ വൈകുന്നേരം മഴ കുറവായിരുന്നു. അതുകൊണ്ട് തന്നെ പറഞ്ഞതുപോലെ നമ്മൾ റോഡിലൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തുടരാഞ്ഞതുകൊണ്ട് കുറേ അസൗകര്യമാണ്. അല്ലെങ്കിലൊക്കെ ഇവിടെ നല്ല വെള്ളം വാഹനങ്ങൾക്ക് അങ്ങോട്ട് കടന്നു പോകാൻ പറ്റാത്ത രീതിയിലായിരിക്കും. കക്കാട് പനമ്പുഴ റോഡിൻ്റെ അവിടെ നിന്നിട്ട് തിരുരങ്ങാടി ഭാഗത്തേക്കുള്ള ഈ റോഡ് കേട്ടോ. അവിടെ നിന്നൊക്കെ ഇറങ്ങിയതാണ്. ഇനി നമ്മളിവിടുന്ന് അങ്ങോട്ട് കൂരിയാട് പാലം, നമ്മൾ ആദ്യത്തെ പാലത്തിൻ്റെ ഏരിയക്കുള്ള ആ ഒരു വീഡിയോ കാണിച്ചു തരാം. അതുപോലെ ആ ഏരിയയിലും ഈ ഏരിയയിലും എത്രത്തോളം വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടെന്നൊക്കെ നമുക്ക് കൂരിയാട് ആദ്യത്തെ പാലത്തിൻ്റെ അവിടുന്ന് കാണാൻ പറ്റും. കടലുണ്ടിപ്പുഴ പാലം കൂരിയാട്. അവിടെ നമ്മളങ്ങ് അങ്ങോട്ട് വിടുകയാണ്. ഇടലുകൾ പുഴേൻ്റെ ഇരുവശമുള്ള മരങ്ങളൊക്കെ, പുഴയോട് ചാരിയുള്ള പൊന്തകളൊക്കെ ഇങ്ങനെ വെള്ളത്തിൽ തട്ടി നിൽക്കുന്നതും നല്ല ഒഴുക്കാണ് കേട്ടോ. നല്ല ശക്തമായ ഒഴുക്കാണ്. അപ്പോൾ രാവിലെയൊക്കെ എത്രത്തോളം ഉണ്ടാവില്ല, ഇതിനാട്ടി നല്ല വേഗതയിലായിരിക്കും വെള്ളം ഒഴുകിപ്പോയിരുന്നത്. അപ്പോൾ കൂരിയാട് നമ്മൾ ഈ പാലത്തിൻ്റെ, അതായത് തിരൂരങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന പാലത്തിൻ്റെ ഈ ഏരിയയിൽ നിന്ന് കൂരിയാട് കടലുണ്ടിപ്പുഴ പാലം, ആ പാലാണ് കാണുന്നത്. അവിടെ നിന്ന് അങ്ങോട്ട് നമ്മളെ കൂരിയാട് വയഡക്റ്റ് ബ്രിഡ്ജ്. അതുപോലെ കൂരിയാട് ആ കാണുന്ന പാലത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് റൈറ്റ് സൈഡ് ഭാഗം ഒരുപാട് ഏരിയ ഇടിഞ്ഞ് ചാടിയിട്ട് ഇടിഞ്ഞ് പുഴയിലേക്ക് വീതി കൂടി വന്നൊരു ഏരിയ കേട്ടോ. അവിടെ ആ തെങ്ങിൻ്റെ ആ ബാക്കി കഷ്ണമൊക്കെ കാണാൻ പറ്റും. അപ്പോൾ അവിടുന്ന് ആ ഏരിയ കുറച്ചൊരു സേഫ്. പിന്നെ അതിന് ശേഷം അവിടെ കോൺക്രീറ്റിൽ ചുമര് കെട്ടുക ഒന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇടിഞ്ഞ് വീഴാനുള്ള സാധ്യതകളൊക്കെ വളരെ കൂടുതലുള്ളതാണ്. നല്ല താഴ്ചയിൽ തന്നെ ആ ഭാഗം ഇടിഞ്ഞ് ഒരുപാട് ഏരിയ പുഴയുടെ ഭാഗത്തേക്ക് ഇടിഞ്ഞ് പോയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു ഏരിയയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് ഇവിടുന്ന് ലെഫ്റ്റ് ഭാഗത്ത്. അപ്പോൾ കൂരിയാട് ആദ്യത്തെ പാലത്തിൻ്റെ ആ ലോങ് വ്യൂ നമ്മളിവിടുന്ന് കാണിച്ചിട്ട് ഇനി നമ്മൾ അടുത്ത ഏരിയക്ക് പോകുന്നത് കൂരിയാട് പുതിയ പാലത്തിന്, അതായത് വയഡക്റ്റ് പിടിച്ച് രണ്ടാമതെടുത്ത ആ ഏരിയക്കാണ്. നോക്കി ഇവിടെയാണ് കൾവർട്ടിൻ്റെ വർക്ക്. ഇവിടുന്ന് ആ ഏരിയത്തെ വെള്ളം ഇങ്ങോട്ട് കടന്നു പോകുന്നതിന് വേണ്ടി 10-16ഓളം വലിയ കൾവർട്ടുകൾ കൊടുത്തിട്ടാണ് രണ്ടാമത് ഈ വയഡക്റ്റ് ബ്രിഡ്ജിൻ്റെ പണികൾ പൂർത്തീകരിക്കുന്നത്. അപ്പോൾ അതിന് ലാസ്റ്റ് ഘട്ട വർക്കാണ്. അതുകൊണ്ട് തന്നെ ഒരു ഭാഗം സർവീസ് ഒരു വാഹനങ്ങൾ കടന്നു പോകുന്നില്ല, താൽക്കാലികമായി സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ പണികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതുവഴി വീണ്ടും സർവീസ് റോഡിന് വാഹനങ്ങൾ കടന്നു പോകും. അതിൻ്റെ ടാറിംഗ് വർക്കുകൾ രണ്ടാമത് ഇവിടെ ചെയ്യാനുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ അടിഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാണ്ട് നേരെ ഓപ്പോസിറ്റിൽ വാഹനങ്ങൾ സർവീസ് താൽക്കാലികമായിട്ടിപ്പോൾ അതുവഴി കടന്നു വരുന്നുണ്ട്. അപ്പോൾ
ഇന്നത്തെ ഈ ഒരു വീഡിയോ നമ്മളുടെ തുടക്കം പലരും നമ്മളോട് ചോദിച്ചിരുന്നു, എന്തായി കൂരിയാട് ഇപ്പോൾ നമ്മളെ മഴ പെയ്തുകൊണ്ട് തന്നെ നമ്മളിവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളതൊക്കെ ചോദിച്ചിരുന്നു. അപ്പോൾ ഇതൊരു ഡ്രോൺ വീഡിയോയിലൂടെ നമ്മൾ ചേറ്റിപ്പറമാട് ഭാഗത്ത് നിന്ന് ഇങ്ങനെ തിരുവങ്ങാടി മുമ്പ്രം ഭാഗത്തേക്കുള്ള റോഡും അവിടെ നിന്ന് ഇങ്ങോട്ട് 2 പാലങ്ങളും അതുപോലെ പുതിയ ഈ പാലത്തിൻ്റെ ഏറ്റവും പുതിയ വർക്കിൻ്റെ ഒരു കാഴ്ചകളൊക്കെ നിങ്ങളെ കാണിച്ചിട്ട് നമ്മൾ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് എല്ലാവർക്കും ബൈ, ഇൻഷാ അല്ലാഹ്.